കഥ പറയാൻ റെഡിയായിട്ടിരിക്കുകയല്ലേ? റെഡിയാണ് സർ. എൻ്റെ സ്റ്റോറിയിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന എബിച്ചൻ എന്ന എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഞാനത് നമ്മുടെ ഇന്ദ്രൻ സാറിന്റെ രൂപസാദൃശ്യമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും അത് ഇഷ്ടമാണ് കേൾക്കാൻ. എന്റെ പ്രിയപ്പെട്ട ആളാണല്ലോ ഇന്ദ്രൻ. അതെ. നമ്മുടെ സ്റ്റോറി തുടങ്ങുമ്പോൾ ഒരു ഇടത്തരം വീടാണ്. ഒരു വീടിന്റെ കിച്ചണിൽ നമ്മൾ ഇരുണ്ട വെളിച്ചാണ് കാണുന്നത്. നമ്മുടെ ക്യാരക്ടർ, അതായത് നമ്മളെ എബിച്ചൻ, എന്തോ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഫ്രെയിമിൽ പാത്രങ്ങൾ കാണിക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ പാത്രങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാൾ കൈ കഴുകി 2 പ്ലേറ്റിൽ ചോറ് വിളമ്പി അതെടുത്ത് അയാൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വരാണ്. ഡൈനിങ് ഹാളിൽ വന്ന് 2 ചെയറുണ്ട്. ഒരു ചെയറിന്റെ ഫ്രണ്ടിൽ ഒരു ചോറും നെക്സ്റ്റ് ഫ്രണ്ടിലിരിക്കുന്ന ചെയറിന്റെ ഫ്രണ്ടിൽ ചോറും വെച്ചിട്ട് അയാൾ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിൽ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് കറി ഇഷ്ടപ്പെട്ടില്ലേ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. മറുപടി ഒന്നും വരുന്നില്ല. ആ ചെയറിൽ ആളില്ല അല്ലേ? അവിടെ നമുക്ക് ഫ്രെയിം പോണില്ലേ സാർ, നമ്മൾ എബിച്ചന്റെ ഇത് മാത്രമേ കാണൂ. അതായത് ആ ചെയർ ഹൈഡ് ചെയ്യുന്നു. അതെ, അവിടെ ഹൈഡാണ്. അത് കഴിഞ്ഞ് അയാൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഒരു വോയിസ് ഓവർ ആയിട്ടൊരു ചോദ്യം വരികയാണ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ ഡയലോഗ് കേട്ട ഉടനെ തന്നെ നമ്മളെ എബിച്ചൻ ചോറ് കഴിക്കുന്നത് അവിടെ നിർത്തി വെച്ചിട്ട് ഒന്ന് പിന്നോട്ട് ചെയറിലേക്ക് ഇരിക്കുകയാണ്. ആ സമയം എന്തോ അയാളുടെ കാലിൽ എന്തോ ഒരു നനവ് ഫീൽ ചെയ്യാണ്. നോക്കുമ്പോൾ ബ്ലഡ് ഇങ്ങനെ ഒഴുകി വരികയാണ്, അയാളെ കാല് നനയാണ്. അപ്പൊ അയാള് ലാഘവത്തോടെ എന്ന് പറഞ്ഞ് അത് കാലുകൊണ്ട് തുടച്ച് കളയാണ്. ആ സമയത്ത് തന്നെ ഫ്രണ്ടിലിരിക്കുന്ന ചോറ് തട്ടി വീണ് നിലത്ത്. അതാണ് ഫ്രെയിം, അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഫ്രെയിം പോകുന്നത് ഒരു ബൗളില് ഒരു ഗോൾഡൻ ഫിഷാണ്. നേരെ പാൻ ചെയ്ത് നമ്മളെ എബ്രഹാമിന്റെ ഫേസിലോട്ടാണ് ക്യാമറ പോകുന്നത്. അയാൾ ഇങ്ങനെ ഒരു ചിരിയുമായിട്ട് ഇങ്ങനെ ചെയറിലിരിക്കുകയാണ്. അവിടെ നമ്മളെ ടൈറ്റിൽ കാണിക്കുകയാണ്, ജാലം. നമ്മുടെ എബ്രഹാം ഒരു ബീച്ചില് മജീഷ്യനാണ്. അയാൾ മാജിക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ കാണിക്കുന്ന മാജിക് എന്താണെന്ന് വെച്ചാൽ ഒരു മുയലിനെ അയാൾ മൂടി വെക്കും. ആ മൂടി തുറന്ന് എടുക്കുമ്പം അതൊരു അണ്ണാനാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ആൺകുട്ടിയെ മൂടി വെക്കും, അത് തുറന്നു വരുമ്പോൾ അതൊരു പെൺകുട്ടിയാവാണ്. അപ്പൊ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ കൈയടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു 5 വയസ്സുകാരനായ എബിച്ചന്റെ മോൻ ജോയ് ഓടി വരാണ്, പപ്പ എന്ന് വിളിച്ച് ഓടി വരാണ്. എന്നിട്ട് ആ കുട്ടി പറയുന്നത്, എനിക്കും ഈ മാജിക് ഒക്കെ പഠിപ്പിച്ചു തരുമോ പപ്പ എന്ന് പറയാണ്. അവിടുന്ന് ഒരു സോങ് ആണ്. ആ സോങ്ങില് ഈ അച്ഛനും മകനും ആയിട്ടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സോങ് ആണ്. അതിൽ അച്ഛൻ മകന് വാരി കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഉറക്കുന്നുണ്ട്. അങ്ങനെ കുറേ മൊമെന്റ്സ് നമ്മൾ ആ സോങ്ങിലൂടെ കാണിക്കുകയാണ്. ആ സോങ് കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടി വലുതായ ഒരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് ഒരു രാവിലെ ഒരു 11 മണിയൊക്കെ ആയി കാണും. ബെഡിൽ കിടക്കുന്ന ജോയിനെയാണ് കാണിക്കുന്നത്. അവൻ എണീറ്റിട്ടില്ല. അപ്പൊ ഇങ്ങനെ എബ്രഹാം പറയുന്നുണ്ട്, മോനെ എണീക്ക് വേഗം, നീ എന്താ ഇങ്ങനെ സ്കൂളിൽ പോകണ്ടേ? ഭയങ്കര ലാളനയോടെ സ്നേഹത്തോടെയാണ് അയാൾ പറയുന്നത്. അയാൾ അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ സമയത്ത് ഒരു കോളിംഗ് ബെൽ അടിക്കുകയാണ്. അങ്ങനെ പുറത്ത് പോയി നോക്കിയപ്പം ഒരാള് ഒരു ബൗളിൽ ഒരു 2 ഗോൾഡൻ ഫിഷുമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അയാൾ പറയാ, ജോയ് മോൻ എവിടെ? ഇവൻ പറഞ്ഞിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. അപ്പം പറയണം, അവൻ ഇതുവരെ എണീറ്റിട്ടില്ല. എബ്രഹാം പറയാണ്, എന്താ ഇത്ര നേരമായിട്ട് എണീറ്റില്ലേ? നമ്മൾ എല്ലാവരും പണ്ടേ പറയുന്നതല്ലേ, മക്കൾ ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കൊണ്ട് അടിച്ചിട്ടാണ് വളർത്തേണ്ടത്, ഇങ്ങനെയൊന്നും വളർത്തി കഴിഞ്ഞാൽ മക്കൾ നന്നാവും തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ അയാൾ ഇങ്ങനെ ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ എബ്രഹാം പറയാണ്, 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് മോനുണ്ടായത്, നിനക്കറിയില്ല. അവനെ തന്നിട്ട് അവള് പോയി. പിന്നെ എൻ്റെ ലോകം മൊത്തം എൻ്റെ മോൻ മാത്രമാണ്. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അവനിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ഞാൻ ഈ മാജിക് കൊണ്ട് കിട്ടുന്ന വരുമാനം അവനെ ഏതെങ്കിലും ഒരു വലിയ നിലയിൽ എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുന്നത്. നീ നോക്കിക്കോ, അവനൊരു വലിയ പോലീസ് ഓഫീസറായോ IPS IAS ആയിട്ട് എനിക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു അച്ഛനായിട്ട് ഞാൻ മാറും എന്ന് പറഞ്ഞ് അവിടെ ഷോട്ട് അവിടെ കട്ടാവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ബെഡിൽ കിടക്കുന്ന ജോ എണീക്കുന്നതാണ്. എണീറ്റ് വരുമ്പോൾ അവൻ കാണുന്നത് ബൗളിലുള്ള ഈ ഫിഷാണ്. അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് അവൻ പറയാണ്, അച്ഛാ ഇതിൽ 2 മീനുണ്ടല്ലോ, ഇതിൽ ഈ വലിയ മീൻ പപ്പ, ഈ ചെറിയ മീൻ ഞാൻ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു സന്തോഷത്തോടുള്ള മൊമെന്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അവിടെ കട്ട്. അടുത്ത സീൻ എന്ന് പറയുന്നത് ഈ നമ്മൾ ജോ പഠിക്കുന്ന സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂളിന്റെ ഒരു അന്തരീക്ഷമാണ്. അവിടെ ജോയിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ദിയ, അവർ തമ്മിലുള്ള ഒരു സീരിയസ് ടോക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പെട്ടെന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബോയ്സ് വന്നിട്ട് ഇവനെ കയ്യിൽ കയറി പിടിക്കും. എന്നിട്ട് പറയും, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കും. അതേസമയം സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ്
സംസാരിക്കുകയാണ്. നമ്മുടെ ആ 10th ആ ജോയും ദിയയും തമ്മിൽ എന്തായി, കുട്ടികളൊക്കെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ടോക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് വൈകുന്നേരം സ്കൂൾ വിട്ട സമയം ദിയ നമ്മുടെ ജോന്റെ കൈ പിടിച്ചിട്ട് വേഗം വാ എന്ന് പിടിച്ച് ഓടുന്നതാണ്. അപ്പൊ ജോ പറയുന്നുണ്ട്, വേണ്ട വേണ്ട ദിയ, അതൊന്നും വേണ്ട അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വേഗം വാ എന്ന് പറഞ്ഞ് ഓടി കൈ പിടിച്ച് ഓടുന്നതാണ്. ആ സീൻ അവിടെ കട്ടാവാണ്. അന്ന് ഈവനിങ്, അതായത് ഒരു മാജിക് ഒക്കെ കഴിഞ്ഞ് ഒരു 6 മണിക്കൊക്കെ ശേഷം നമ്മുടെ എബ്രഹാം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മകനെ വീട്ടിൽ കാണുന്നില്ല. അപ്പൊ അയാള് പരിഭ്രാന്തനായിട്ട് എവിടെ പോയിട്ടുണ്ടാവും, അവൻ ഇങ്ങനെയൊന്നും നേരം വൈകി വരാറൊന്നുമില്ല, അവന് അത്രയും നല്ല കുട്ടിയാണ്. അങ്ങനെ വീട്ടിലും അടുത്ത വീട്ടിലും എല്ലായിടത്തും പോയി അന്വേഷിക്കും. കാണുന്നവരോടൊക്കെ ചോദിക്കുന്നത് മോൻ സ്കൂൾ യൂണിഫോമിൽ കണ്ടോ അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അയാൾ നേരെ സ്കൂളിലോട്ട് പോവാണ്. സ്കൂളിൽ എത്തിയപ്പം അവിടെ ആൾക്കൂട്ടാണ്. അവിടെ ടീച്ചേഴ്സ് ഉണ്ട്, ദിയയുടെ പാരന്റ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, അങ്ങനെ കുറെ പേര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇയാള് അവിടുത്തെ ടീച്ചറിനോടാ ചോദിക്കുന്നത്, ടീച്ചർ എൻ്റെ മോൻ ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങളുടെ മോൻ മാത്രമല്ല, ദിയെ എത്തിയിട്ടില്ല, അവർ 2 പേരും മിസ്സിംഗ് ആണ്, അവരെ നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ പോലീസൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ അത് പറഞ്ഞ് ഇയാളാകെ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ഒരു തൂണിനോട് ചാരി അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഈ SIന്റെ അടുത്ത് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയാണ്, സർ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഈ സ്കൂൾ യൂണിഫോമിൽ 2 കുട്ടികളെ നമ്മൾ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഇഞ്ചേർഡ് ആയിട്ട് കാണുന്നുണ്ട്. ആ ചെക്കൻ മരിച്ചു പോയെന്ന് തോന്നുന്നു. പെൺകുട്ടി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്, എന്തോ റേപ്പ് അറ്റംപ്റ്റോ മറ്റോ ആണ്, അവനെന്തോ ചാടിച്ചു കൊണ്ടുപോയതാ. അങ്ങനെ ആ വാർത്ത കേട്ടതും നമ്മുടെ എബ്രഹാം ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അയാൾ ഇങ്ങനെ ഊർന്ന് വീഴുന്നതാണ് കാണുന്നത്. എന്നിട്ട് അയാൾ മുഖം പൊത്തി കരയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സീൻ നമ്മൾ കാണിക്കുന്നത് നേരെ ഹോസ്പിറ്റലിന്റെ ICU ആണ്. ICUന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മളെ ദിയയുടെ പാരന്റ്സ് ഉണ്ടാവും, നമ്മളെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും. ICUനുള്ളിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നമ്മളെ ദിയ കിടക്കുകയാണ്. അപ്പോൾ ഈ പോലീസുകാർ തമ്മിലുള്ള സംസാരമാണ്, ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ബോധം വന്നിട്ട് വേണം നമുക്ക് മൊഴിയെടുക്കാനായിട്ട് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് എബ്രഹാം ആകെ തകർന്ന് അയാൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അയാൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നമ്മുടെ ദിയയുടെ പാരന്റ്സ് അയാളുടെ ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചത്. നിങ്ങളുടെ മകൻ കാരണമാണ് ഇപ്പം എൻ്റെ മോൾ ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്രൂരതയോടെ അയാൾ സംസാരിക്കുന്നത്. അപ്പം ഈ എബ്രഹാം പറയാണ്, എൻ്റെ മകൻ പോയി. അയാൾക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല, അയാൾ അവിടെ ഇരിക്കുകയാണ്. പിന്നെയുള്ള സീൻ വരുന്നത് അയാളുടെ വീടാണ്. അയാളുടെ മോന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി. പക്ഷെ നാട്ടുകാരൊക്കെ മോശം മാത്രമേ മോനെ പറ്റി പറയുന്നുള്ളൂ. അപ്പൊ അയാൾക്ക് ഭയങ്കര വിഷമം ഉള്ളിൽ, അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രയും ആൾക്കാരൊക്കെ മോനെ കുറ്റപ്പെടുത്തി, മോൻ നഷ്ടപ്പെട്ടു, ഇനി ലൈഫിൽ ഒന്നുമില്ല, ആ ഒരു കണ്ടീഷനിലാണ് അയാളെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ കാണിക്കുന്ന സീൻ ICUവിൽ നമ്മുടെ ദിയയുടെ ബോധം തെളിയുന്നതാണ്. ബോധം തെളിഞ്ഞ സമയത്ത് തന്നെ ദിയ അമ്മയുടെ അടുത്ത് പറയാം, അമ്മ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, എനിക്ക് ഇവിടെ കിടക്കണ്ട, എനിക്ക് ജോയിൻ്റെ അപ്പനെ എന്തായാലും കാണണം, എനിക്ക് അങ്കിളിനോട് സംസാരിക്കാനുണ്ട്, എന്നെ ഒന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവോ എന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ് സീൻ നമ്മുടെ എബ്രഹാമിൻ്റെ വീട്ടിൽ നമ്മൾ ദിയ എത്തുകയാണ്. ദിയ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടേ ഉള്ളൂ, ആ ഒരു ഇതിലാണ്, അപ്പിയറൻസിലാണ് വന്നിട്ട് പറയാണ്, അങ്കിൾ എനിക്ക് അങ്കിളിനോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങളൊന്നും, ജോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ കാര്യങ്ങളൊക്കെ. ജോന് അങ്കിളിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പപ്പേനെ പറ്റി അവൻ പറയാൻ 100 നാവായിരുന്നു. പപ്പൻ്റെ സ്വപ്നങ്ങളെ പറ്റിയും പപ്പൻ്റെ സ്നേഹത്തിനെ പറ്റിയും പപ്പ അവനെ നോക്കിയതിനെ പറ്റിയൊക്കെ അവൻ എപ്പോഴും പറയായിരുന്നു. പപ്പൻ്റെ മാജിക്കിനെ പറ്റി അവന് അത്രയും ഇഷ്ടപ്പെട്ടൊരു മാജിക് എന്ന് പറയുന്നത് ആണിനെ പെണ്ണാക്കുന്ന മാജിക് ആയിരുന്നു. പപ്പ സത്യം പറഞ്ഞാൽ ജോ ആണായിരുന്നെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു പെണ്ണാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അല്ല, എനിക്ക് മാത്രമല്ല, അത് വേറൊരാൾക്ക് കൂടി അറിയായിരുന്നു എന്ന് പറയും. ആ ഒരു സമയത്ത് ആ സ്കൂളിൽ ദിയയും നമ്മുടെ ജോ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് കാണിക്കുന്നുണ്ട്. അതായത് ദിയയുടെ മോതിരം, വള ഒക്കെ അവൻ എടുത്തിടുന്നത്, അവളെ പൊട്ടെടുത്ത് വെക്കുന്നത്, അങ്ങനെ കുറച്ച് അവൻ്റെ ഇൻട്രസ്റ്റ് മൊത്തം ഒരു പെൺകുട്ടി കാണിക്കുന്നത് പോലെയുള്ള ഇൻട്രസ്റ്റ് അവന് വരുന്നതായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് കാണിക്കുകയാണ്. നെക്സ്റ്റ് വീണ്ടും ദിയയും എബ്രഹാമും തമ്മിലുള്ള ടോക്കാണ്. അത് മാത്രമല്ല പപ്പ, വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ അന്ന് മോശമായിട്ട് എവിടെയും പോയതല്ല, എന്നെ അവനെ ഒരു തരത്തിൽ ഉപദ്രവിച്ചിട്ടല്ല, പക്ഷെ എനിക്ക് തുറന്നു പറയണം, ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് സ്കൂളിലാണ്. സ്കൂൾ സ്റ്റാഫ് റൂമാണ്. സ്റ്റാഫ് റൂമിൽ നമ്മളെ എബ്രഹാം ചെന്നിട്ട് സാർ എൻ്റെ മോൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ വൈസ് പ്രിൻസിപ്പൾ ഇല്ല. അപ്പോൾ കെമിസ്ട്രി സാറോട് ആൻ്റണി സാറാണുള്ളത്. സാർ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, വൈകുന്നേരം ക്ലാസ് ടൈം കഴിഞ്ഞ് ഒരു 4 o'clock ഒക്കെ ആയിട്ട് വരൂ, ഞാൻ എടുത്തു തരാം. അങ്ങനെ ഒരു വൈകുന്നേരം എല്ലാ കുട്ടികളൊക്കെ പോയി സ്കൂൾ അടച്ചു. ആ സമയത്ത് കെമിസ്ട്രി ലാബിൽ നിന്ന് ഒരു ഇരുണ്ട കോറിഡോറിലൂടെ നമ്മൾ ആൻ്റണി സാർ, കെമിസ്ട്രി സാർ നടന്നു വരികയാണ്. ആ സമയത്ത് പെട്ടെന്ന് അയാളുടെ കഴുത്തിൽ ഒരു കുരുക്ക് വീഴാണ്.
അയാളൊരു അമാനുഷികമായ ശക്തിയോടെ ഒരാളെ അയാളെ അറ്റാക്ക് ചെയ്യാണ്. അയാൾ അടിച്ച് വീഴ്ത്തി വായൊക്കെ പൊത്തി കെട്ടി അയാളൊരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അയാൾ ഒരു ചെയറിൽ കെട്ടി ഇട്ടിരിക്കുകയാണ്. ഈ സമയം ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കുറച്ച് കഴിഞ്ഞ് ഒരു ചെയറിട്ട് ഫ്രണ്ടിലിട്ടിട്ട് ഒരാളിരുന്ന് നേരെ ക്യാമറ ഫേസ് ചെയ്യുക. നമ്മളെ എബ്രഹാം ആയിരിക്കും. അയാളുടെ ഫേസിൽ മൊത്തം എന്താ പറയുക, ഒരു പ്രതികാര ദാഹമായിട്ടാണ് അയാൾ നിൽക്കുന്നത്. അയാളെ മുഖത്തെ കണ്ണിലേക്ക് നോക്കി ചോദിക്കും, ഈ ക്ലാസ് റൂം നിനക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ മോൻ നിന്നോട് എത്ര കാല് പിടിച്ച് കരഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ജോയിൻ്റെ ഓരോ സൗണ്ട്സ് ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നത്. സർ വേണ്ട സർ, എന്നെ ഉപദ്രവിക്കല്ലേ സർ, പ്ലീസ് എനിക്ക് ജീവിക്കണം സർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മളെ ക്ലാസ് റൂമിൽ കെമിസ്ട്രി ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ പോയി. ആ സമയത്ത് നമ്മളെ ജോനെ പിടിച്ചിരുത്തിയിട്ട് സാറ് പറയാണ്, നിനക്ക് ഇപ്പൊ മാർക്ക് കുറച്ച് കുറവാണല്ലേ, കുറച്ചും കൂടി മാർക്കൊക്കെ വേണ്ടേ? പിന്നെ നിന്നെ പറ്റി ഞാൻ കുറച്ച് സീക്രട്ടൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിനക്കറിയോ ഇത് പുറത്തറിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന്? പിന്നെ നിന്റെ ഫ്രണ്ട്സ് അറിഞ്ഞാലോ, പിന്നെ നാട്ടുകാരറിഞ്ഞാലോ, നിന്റെ പപ്പ അറിഞ്ഞാലോ എന്താ ഉണ്ടാവുക? അങ്ങനെ ചോദിക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ വല്ലാണ്ടായിട്ട് ഡിപ്രസ്ഡ് ആയുള്ള ഒരു അവസ്ഥയിലാണ് ആ സീൻ കട്ടാവുന്നത്. വീണ്ടും നമ്മളെ എബ്രഹാമും നമ്മളെ ആന്റണി സാറായിട്ടുള്ള സീനിലേക്കാണ് വരുന്നത്. പറയും, അത് മാത്രോ എൻ്റെ മോനോട് നീ ചെയ്ത ക്രൂരത എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. വീണ്ടും സീൻ മാറുകയാണ്. നമ്മൾ ദിയ കൈ പിടിച്ച് ഓടിപ്പോയില്ലേ, ആ സീനിലേക്കാണ് പോകുന്നത്. നമ്മൾ ദിയ ഓടിപ്പോയിട്ട് അവൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവൾ പറയാം, നമുക്ക് ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്താ ഇപ്പം ചെയ്യാം? അപ്പം അവൾ പറയാണ്, അവർ 10ാം ക്ലാസ്സുകാരുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ പറയുന്നത്, സാറ് പോകുന്ന വഴിക്ക് നമുക്ക് നിൽക്കാം, എന്നിട്ട് സാർ നമുക്ക് ഉപദ്രവിക്കാം എന്ന് പറയാണ്. ആ സമയത്ത് സാർ പോകുന്ന വഴിയിൽ സാർ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് 2 പേര് എറിയുന്നു. പക്ഷെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അയാൾ ജസ്റ്റ് സ്കിഡായി എന്ന് മാത്രം. പക്ഷെ അയാൾ തിരിച്ചു വന്ന് ഇവരെ കണ്ടപ്പം പറഞ്ഞു, ഓ ഇവിടെ എന്താ 2 പേരും പരിപാടി, ഓ എന്നോട് പ്രതികാരം തീർക്കാൻ വന്നതാണല്ലേ, നിന്റെ ഫ്രണ്ടും ഉണ്ടല്ലേ കൂടെ, എന്നാ പിന്നെ നിന്റെ ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഫ്രണ്ടിന്റെ ദിയേന്റെ മുന്നിൽ വെച്ചിട്ട് ജോനെ അയാൾ ആക്രമിക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ദിയയും ഇതൊക്കെ എതിർക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ദിയയുടെ മുഖം പിടിച്ച് അയാൾ ഒരൊറ്റ തള്ളു കൊടുത്തിട്ട് ദിയ തമിഴ്ന്ന് അടിച്ച് വീണു. ആ സമയം നമ്മൾ ജോ എങ്ങനെയോ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ കാല് തടഞ്ഞ് വീണ സമയത്ത് അവിടെ അടുത്തൊരു കല്ലുണ്ടായിരുന്നു. ആ ആന്റണി അയാളെ ക്രൂരനായ ആ സാർ തലയ്ക്കടിച്ച് അയാളെ കൊലപ്പെടുത്തുക ചെയ്യുന്നത്. അയാൾ മരിച്ചു, അവർ 2 പേരും മരിച്ചു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷെ അത്രയും ക്രൂക്കഡ് ക്രിമിനൽ ആയിട്ടുള്ള ആ കെമിസ്ട്രി സാർ അയാളുടെ കയ്യിൽ ഒരു കെമിക്കൽ ഉണ്ടായിരുന്നു. അയാൾ ആ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എല്ലാം മായച്ച് കളഞ്ഞിട്ട് അയാൾ ഇതൊരു റേപ്പ് അറ്റംപ്റ്റ് മർഡർ എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയിട്ട് അയാൾ അവിടുന്ന് കൂസലില്ലാതെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ആ സീൻ കട്ടാവാണ്. വീണ്ടും നമ്മളെ എബ്രഹാമും ആന്റണിയും ആയിട്ടുള്ള ആ സീനിലേക്കാണ് വീണ്ടും വരുന്നത്. എബ്രഹാം വീണ്ടും ഇയാളെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എനിക്ക് ഒരു മാജിക്കും കൂടി അറിയാം, എന്താണെന്നറിയോ? തലയും ഉടലും വേറെ വേറെ ആക്കുന്ന മാജിക്കാണ്, അതൊന്ന് ഞാൻ കാണിക്കട്ടെ എന്ന് പറയുന്നതാണ്. ആ സമയത്ത് നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് ഉടല് ബ്ലഡിൽ കുളിച്ച് ക്ലാസ്സിൽ കിടക്കുകയാണ്. അതാണ് ആ സീൻ അവിടെ എൻഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ ആ അടുക്കളയാണ്. നമ്മൾ ഒരു ലൂപ്പാണ് സാർ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ അടുക്കളയിൽ നമ്മളെ എബ്രഹാം പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്രെയിം നേരെ നമ്മളെ വാഷ് ബേസിനിലേക്ക് വരികയാണ്. അയാൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് ഇയാളെ കൊന്ന മഴവും ഇയാളെ കയ്യിലുള്ള ബ്ലഡുമാണ്. അത് കഴുകി അയാൾ നമ്മളെ ബാക്കിയുള്ള സീൻ പോലെ അയാൾ പ്ലേറ്റിൽ ചോറുമായിട്ട് വരുന്നു. ചോറ് അയാൾ അവിടെ വെക്കുന്നു, ഫ്രണ്ടിൽ വെക്കുന്നു, ആ സൗണ്ട് കേൾക്കുന്നു. എന്നിട്ട് ആ ബ്ലഡ് വരുന്നു. ആ ബ്ലഡ് അയാൾ ലാഘവത്തോടെ തുടയ്ക്കുന്നു. ആ സമയത്ത് ഇയാൾ തന്നെയാണ് ആ പ്ലേറ്റ് തട്ടുന്നത്. പിന്നെ കാണിക്കുന്ന നിലത്ത് വീണ ചോറ്. ഇയാൾ അത് പോയിട്ട് വാരിയെടുത്ത് ഇയാൾ നേരെ ഫ്രിഡ്ജിന്റെ നേരേക്ക് നടക്കുന്നു. നേരെ ഫ്രെയിം ഫ്രിഡ്ജിന്റെ നേരെ. ഡോറ് തുറക്കുമ്പോൾ അതിൽ നമ്മളെ ആന്റണിയുടെ ബ്ലഡിൽ ഒളിച്ച് തലയായിരിക്കും. ഇയാൾ കൂസലില്ലാതെ പ്ലേറ്റ് അവിടെ വെച്ച് ഡോർ അടച്ച് വന്ന് ചെയറിൽ വിജയഭാവത്തിൽ എല്ലാം നേടിയവനെ പോലെ ഒരു സൈക്കോ ഫീലിൽ അങ്ങനെ ഇരിക്കുകയാണ്. നേരെ നമ്മളെ ക്യാമറ പോകുന്നത് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന നമ്മളെ ആ ആളിലേക്കാണ്. ആ ആളെന്ന് പറയുന്നത് ഒരു ആൺപാവയായിരിക്കും. മെല്ലെ എബ്രഹാം എണീറ്റിട്ട് മെല്ലെ പോയി ആ ആൺപാവയോട് പറയാണ്, എൻ്റെ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാജിക് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു മൂടി എടുത്തിട്ട് ആ പാവയുടെ മുകളിൽ വെക്കുകയാണ്. പാവയുടെ മുകളിൽ നിന്ന് ആ മൂടി എടുക്കുമ്പോൾ അതൊരു ഭംഗിയുള്ളൊരു പെൺപാവയായിട്ട് മാറുകയാണ്. അതോടെ നമ്മളെ കഥ അവിടെ അവസാനിക്കും. സൂപ്പർ അമ്മയും മകളും